ഈ മുറുക്ക് നിർത്തിക്കോ കേട്ടാ. മുറുക്കേ മുറുക്കങ്ങ് നിർത്തിക്കോ. എടാ ഇനി എത്ര കാലമാടാ? കാലമാടനാ? കാലമാടനെന്നല്ല, കാലമാടാന്ന് പറഞ്ഞതാ ഞാൻ. ആ അങ്ങനെ. ആ ആ പ്രായം എഴുതി ആരും വഴക്ക് പറയല്ലോ എന്നൊന്നും വിചാരിക്കണ്ട. ഓ എന്നാ പറഞ്ഞു നോക്ക്. ഇല്ല ഞാനല്ല, പിന്നെ ഇവിടെ വേറെ ഞാനും പറയും. വേറെ ആളോട് ഇങ്ങോട്ട് വരാൻ പറയട്ടെന്നാ. ആ ശരിയാക്കി വിടും ഞാൻ അവരെ. ശരിയാക്കും ശരിയാക്കും പറഞ്ഞു. എൻ്റെ കൈ തന്നാ മതി, ആരും കാണണ്ട. ചേനാല നിന്നുടെ ചോട്ടിൽ മുറുക്കി തുപ്പിയതാരാണ്? മുറുക്കി തുപ്പിയതാരാണ്? ഞാനാണ്. അതാ പാട്ടല്ല, അത് വേറെ പാട്ട്. അത് മറ്റേ കിഴക്ക് കിഴക്കൊരാന പൊന്നണിഞ്ഞ് നിക്കണ്, ആ പാട്ട്. ഒപ്പിട്ടെ. ഒപ്പിടാനാ? ആ ചുമ്മാ ഒരു ഒപ്പിട്ട നോക്കട്ടെ. എന്തിന്? എനിക്ക് വായിച്ചൊക്കെ നോക്കണം. എന്റെ ചേട്ടാ അത് വായിച്ചു നോക്കണ്ട. ചേട്ടത്തേക്ക് ഒരു ഒപ്പിട്ട് കൊടു. ചേട്ടത്തേക്ക് പോട്ട്. അച്ഛമ്മ എന്നെ കുടുക്കാനുള്ള പുതിയ പരിപാടിയായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ശരിയാണ്, സത്യമാണത്. ഒപ്പിട്ട് കൊടുക്കാം. ചുമ്മാ ഒപ്പിടാൻ പറ്റുമോ അങ്ങനെ? അങ്ങനെ വേണ്ട, എന്താന്ന് അറിഞ്ഞിട്ടാ മതി. എന്റെ അച്ഛമ്മ മാസാണെന്ന് ഞങ്ങൾ എല്ലാം എഴുതി ഒപ്പിട്ട്. ഇനി ചേട്ടൻ കൂടെ ഉള്ള ഒപ്പിടാൻ. ആർക്ക് ഒപ്പിട്ട് കൊടുക്കാൻ? കളക്ടർക്ക് 80 വയസ്സിന് മുകളിലുള്ള അമ്മൂമ്മമാർക്ക് പെൻഷൻ കിട്ടുന്നു. അത് ഞാൻ പോണ്ടേ, നിങ്ങൾ പോയാ മതിയാ? അല്ലല്ല, നമ്മൾ എഴുതി ഒപ്പിട്ട് കൊടുത്താൽ സത്യം പറയടാ അങ്ങോട്ട്. അതാണ് കള്ളത്തരം. ഇതൊരു ലോണിനുള്ള ആപ്ലിക്കേഷനാ. ഉത്തോണം ജാമ്യക്കാരനായിട്ട് ഒപ്പിടണം. ഞാനാ? അയ്യടാ, നീ സാധനം വാങ്ങിച്ച് വാരി കൂട്ടി പണിയില്ലാതെ ഇവിടെ കുത്തിയിരിക്കുമ്പോ ഞാൻ ലോൺ അടയ്ക്കണം? ആ ഞാൻ പണിയില്ലാതെ കുത്തി ഇരിക്കൂലെന്ന്. അല്ലെങ്കിൽ തന്നെ ഇപ്പൊ കല്യാണത്തിന്റെ സീസൺ അല്ലേ, ഈ ലോക്ക്ഡൌൺ ഒക്കെ ആയതുകൊണ്ട് ചെലവ് കുറവായതുകൊണ്ട് എല്ലാവരും മക്കളെ കെട്ടിച്ചു വിടുക. അപ്പൊ ഇഷ്ടംപോലെ വർക്ക് കിട്ടും. അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്, നമ്മളെ സുധാകരന്റെ മോള് മഞ്ജമ്മയുടെ കല്യാണം ഉറപ്പിച്ചെന്ന്. എപ്പാ? അച്ഛമ്മക്ക് തോന്നിയതായിരിക്കും. അല്ലല്ല, കുറച്ചു മുമ്പേ കുഞ്ഞുണ്ണി ഒന്ന് പറഞ്ഞതാ. പിന്നെ എന്താ വേണം? ഇനി എന്തായാലും വർക്ക് ചേട്ടത്തിക്ക. സുധാരൻ മാമൻ ഞാൻ പറഞ്ഞ എന്തായാലും കേൾക്കാതിരിക്കത്തില്ല. ഒപ്പിട്. ഒപ്പിട്. വായം തുറന്നിരിക്കാതെ ഒപ്പിട്. ഒപ്പിടാൻ മഞ്ജമ്മയുടെ കല്യാണം അവർക്ക് എന്തായാലും നമുക്ക് കിട്ടൂലോ. ഒരു മഞ്ജമ്മയുടെ കല്യാണം കൊണ്ട് ലോൺ അടച്ചു തീർക്കാൻ പറ്റുമോ? അല്ല, മഞ്ജമ്മയുടെ കല്യാണത്തിന്റെ അന്ന് ആ കുട്ടീനെ കണ്ടു കഴിയുമ്പോ എല്ലാരും ചോദിക്കുമല്ലോ ആരാ മേക്കപ്പ് ചെയ്തെന്ന്. അപ്പൊ ഞാൻ അന്ന് പറയും, അപ്പൊ നമുക്ക് നല്ല പബ്ലിസിറ്റി കിട്ടും. അപ്പൊ അങ്ങനെ പുറകെ വർക്ക് വരും. മെയിൻ പ്രശ്നം ഇതൊന്നും അല്ല. അഴകമ്മ ചേച്ചി ഇല്ലേ? ദേ ഇനി ആ പാവപ്പെട്ട സ്ത്രീനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞോണ്ടല്ലോ. മര്യാദയ്ക്ക് ഒപ്പിട് മനുഷ്യ, പിടിക്ക. ഒപ്പിടേട്ടാ. ഒരു 30,000 രൂപയുള്ളൂ, ഒപ്പിട്. കളിക്കാതെ ഒപ്പിടാൻ കൊണ്ട് കറങ്ങുന്ന ഇട്ടിട്ട് പോ. ഒന്ന് ഒപ്പിട് പ്ലീസ്. എനിക്ക് മാസം പൈസ അടക്കണം ഇഷ്ടമല്ല, നിനക്ക് അറിയാലോ. പിന്നെ എന്തിനു നിർബന്ധിക്കണം? എന്തിനു? അപ്പൊ ചേട്ടാ മാസം കറണ്ടില്ല അടക്കുന്നത്? പടാ അവിടെ നിന്ന്. നിങ്ങളൊന്ന് ഒപ്പിടുവാണെങ്കിൽ എന്റെ ഒരു സ്വപ്നം അങ്ങ് നടക്കല്ലേ. നീ അടുത്ത ആഴ്ച അടുത്ത സ്വപ്നമായിട്ട് വന്നു ഞാൻ തോന്നി ചെയ്യും. നീ ഒന്നിലും ഉറച്ചു വെക്കില്ല എന്ന് നിനക്കും അറിയാം, എനിക്കും അറിയാം. ഇതങ്ങനെ അല്ല. അങ്ങനെ തന്നെ ഇതിന്റെ ഒരു ദിവസത്തെ അടുത്ത ഘട്ടത്തിന്റെ പേരിൽ കടക്കാരനാ എന്നെ കിട്ടുന്നില്ല. അപ്പോ ഒന്ന് പറയാ എന്തുവാടാ ഇതൊക്കെ? അച്ഛാ എന്നെ കൊണ്ട് ലോൺ എടുപ്പിക്കാൻ വേണ്ടി ഒപ്പിടാൻ വേണ്ടിട്ട് കൊണ്ടുവന്നേക്കണം പേപ്പർ എടുത്തോണ്ട്. എന്റെ അച്ഛാ ജാമ്യം മാത്രം നിന്നാൽ ബാക്കി ഞാൻ ചേട്ടത്തി നോക്കിക്കോളാം. ചേട്ടാ ഒപ്പിട്ട് കൊടുത്തേ അങ്ങോട്ട്. സ്വന്തം കാലം നിൽക്കാൻ വേണ്ടിട്ടല്ലേ ഇങ്ങനെ ഒറ്റ കാലിൽ നിൽക്കുന്നേ? പറ്റൂല. എടാ ഒപ്പിട്ട് കൊടുക്കണം, അവൾ അടച്ചോളാന്ന് പറഞ്ഞില്ലേ? അച്ഛൻ അത്ര നിർബന്ധമാണെങ്കിൽ അച്ഛൻ ഒപ്പിട്ട് കൊടുപ്പോ. അച്ഛനിട്ടാലും മതി അച്ഛാ. അത് ശരിയാവില്ല. അച്ഛാ ആരെങ്കിലും ഒന്ന് ജാമ്യം നിന്നാ മതി അച്ഛാ. അല്ല അതെ ഞാൻ അടച്ചോളാന്ന്. എടാ എനിക്ക് ജാമ്യം നിൽക്കാൻ പാടില്ല. ആ ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ജാമ്യം നിന്നാ സ്ട്രെസ് കൂടും, BP കൂടി ആ പ്രശ്നം. എന്റെ പൊന്നിയേട്ടത്തി വെറുതെ തള്ളുന്നേ, BP കൊടുത്ത് ചുമ്മാ പറയുന്നയാ. അച്ഛാ ഒന്ന് ഒപ്പിടച്ച പ്ലീസ്. അച്ഛാ അച്ഛന് വേറെ ബാധ്യതയൊന്നും ഇല്ലല്ലോ, വീട്ടിലെ കാര്യമൊക്കെ ഞാനല്ലേ നോക്കണം. ഒപ്പിട്ട് കൊടുക്കണം. നീ അവന്റെ അടുത്ത് ഒപ്പിട്ട് ആരെങ്കിലും ഒന്ന് ഒപ്പിട്ടതാ. അങ്ങ് ഒപ്പിട്ട് കൊടുക്കും മോനെ, അവൾ എന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ. ആ ചേട്ടാ ഒപ്പിട്ട് കൊടുക്ക്. ഒരു ജാമ്യം നിൽക്കാൻ പറ്റാത്ത ഭർത്താവോ ഒപ്പിട്ട് കൊടുക്കും. കണ്ണിച്ചാറുണ്ട് ചേട്ടാ ഒപ്പിട്. ഒപ്പിട്. ഒറ്റ ഒപ്പ്. ശരി, എല്ലാരും കൂടെ അങ്ങനെ ചേർന്നുണ്ട് നല്ല കാര്യത്തിന് വേണ്ടിട്ട് കണ്ണടച്ചങ്ങ് ഇട്ടോ, അതെ ഇങ്ങോട്ട് ഇട്ടോ. അങ്ങനല്ല മോളിലത്തെ കുത്തിട്ടില്ല. ഞാൻ കടക്കാരനെ എല്ലാവർക്കും സമാധാനമായല്ല. ഞാൻ അടച്ചോളാന്ന്. ആരടയ്ക്കും? നീ കുറെ അടച്ചു. രണ്ട് കുത്തക്കുള്ള പരിപാടിയാ മാർക്കി. ഞാൻ കൊണ്ടത് സൂക്ഷിച്ചു വെച്ചോ. ലോക്കറിൽ വെച്ചോ, ലോക്കറില്. ഹലോ
ഹലോ ടൗൺ ബാങ്ക് അല്ലേ സാർ? സാറ് എൻ്റെ പേര് ഉത്തമൻ എന്നാണ്. ആശ ഉത്തമൻ എന്നും പേരുള്ള ഒരു ലേഡിയും പിന്നെ ബുദ്ധി കുറഞ്ഞിട്ട് ഒരു നീളം കൂടിയ ഒരു പയ്യനും അവിടെ വരിക സാർ. സാറ് എൻ്റെ ഭാര്യയും അനിയനുമാണ് സാർ. ഒരു ഭർത്താവും ഒരു ചേട്ടനും എന്നുള്ള നിലയിൽ സാറിൻ്റെ അടുത്ത് ഇത് എങ്ങനെ പറയണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ സാർ. രണ്ടുപേരും മാനസിക രോഗികളാണ് സാർ. സാർ പണ്ട് ഏതോ ബാങ്കിൽ ലോണിന് അപേക്ഷിക്കാൻ വേണ്ടി പോയപ്പോൾ എന്തോ കണ്ട് പേടിച്ചതാണ് സാർ. അതിനുശേഷം എല്ലാ ബാങ്കിലും കയറി ലോണിന് അപേക്ഷിക്കലാണ് സാർ പരിപാടി. അതെ സാർ. സാർ ഒരു കാര്യം ചെയ്താൽ മതി. സാറിന് സംശയം ഉണ്ടെങ്കിൽ ആ പയ്യൻ്റെ അടുത്ത് എന്തിനെ കുറിച്ചിട്ടെങ്കിൽ എന്തെങ്കിലും ചോദിച്ചാൽ അവൻ്റെ മറുപടി കേൾക്കുമ്പോൾ സാറിന് മനസ്സിലാവും അവന് എന്തോ മാനസിക പ്രശ്നം ഉണ്ടെന്ന്. സാറ് ആ ലോണിന് അപേക്ഷിക്കാനുള്ള പേപ്പർ വാങ്ങിച്ചു വെച്ചിട്ട് ലോൺ തരാമെന്ന് പറഞ്ഞ് അവരെ പറഞ്ഞു വിട്ടാൽ മതി സാർ. ശരി സാർ. ശരി സാർ. ശരി. എന്തായാലും ലോൺ കിട്ടുമോ? കിട്ടാതെ പിന്നെ ഫോമൊക്കെ ചെന്നല്ല അടിപൊളിയായിട്ട് ഫില്ല് ചെയ്ത് കൊടുത്തു. അവരെല്ലാം മേടിച്ച് വെച്ചു. നല്ല ആൾക്കാർ, ബാങ്കിലെ ആൾക്കാർക്ക് നല്ല സ്നേഹം കേട്ടോ. ഉടനെ കിട്ടുമായിരിക്കും. അപ്പൊ ഇനി തൊട്ട് എന്റെ അമ്മ ബ്യൂട്ടീഷ്യൻ ആശാ. നല്ല നല്ല എങ്ങനെയുണ്ട്? കൊള്ളാം. ഞാൻ വരയ്ക്കണത്ര പോരാ. മോളെ അമ്മയ്ക്ക് മാനസിക രോഗം ഉണ്ടോ? അമ്മയ്ക്കും ചിറ്റപ്പനും മാനസിക രോഗം ഉണ്ടോന്നു ആര് പറഞ്ഞു? അച്ഛൻ ബാങ്കിലെ മാമനോട് ഫോണിലോട് പറയാൻ കേട്ടോ. ഫോണിൽ കൂടെ പറഞ്ഞോ ബാങ്കിലെ മാമനോട്? വേറെന്തൊക്കെ പറഞ്ഞു? ലോൺ തരാന്ന് പറഞ്ഞിട്ട് ഫോൺ വാങ്ങി വെക്കാൻ പറഞ്ഞു. ഓ അങ്ങനെ. വന്നായിരുന്ന വന്നു. സുമേഷേ പോയിട്ട് എന്തായി? ലോണിൻ്റെ കാര്യം? ലോൺ കിട്ടും, അവർ തരാന്ന് പറഞ്ഞു. ആണോ? ഇപ്പൊ നാട്ടുകാരൊക്കെ പൗഡർ ഇട്ട് വെളുപ്പിച്ചൊക്കെ നടക്കാല്ല. എന്തോ എടുത്ത് വിളിച്ചേ? എടാ ഈ മാനസിക രോഗമുള്ള ഒരാളെ കൊന്ന കേസിലെന്ന് പറയുന്നത് ശരിയാണോ? അങ്ങനെ കേട്ടിട്ടുണ്ട്. എന്തോ പറ്റി? എന്നാ നമുക്ക് ഇങ്ങനെ കൊന്നാലോ? എന്താ നടത്തി പറയുന്നേ? എടാ എനിക്ക് നിനക്ക് മാനസിക രോഗമാണ്. പിന്നെ ആണോ? ഉള്ളതാണോ? എടാ പ്രാന്താ, നിന്റെ ചേട്ടൻ ബാങ്കിൽ വിളിച്ച് പറഞ്ഞിരിക്കുന്നത് എനിക്ക് നിനക്ക് മാനസിക രോഗമാണ്. എപ്പാ ഞാനൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. പിന്നെന്തിനാ അമ്മ എൻ്റെ അടുത്ത് ഒരു ഭ്രാന്തമ്മയുടെ ചോദ്യം ചോദിച്ചത്? എന്തുവാടേ വീണ്ടും അടിയായ? അച്ഛാ ഇങ്ങനൊരു ബാങ്കിൽ വിളിച്ച് പറഞ്ഞു എനിക്ക് ഒരു മാനസിക രോഗമാണ്. അങ്ങനെയല്ല അച്ഛാ പറഞ്ഞേ. മാനസിക രോഗത്തിന്റെ ചെറിയൊരു ലാഞ്ചന ഉണ്ടെന്ന് അങ്ങനെ പറഞ്ഞോളൂ. എന്ത് സ്വഭാവം ചേട്ടനത്? എന്താന്ന് എന്തൊക്കെയാ വിളിച്ച് പറഞ്ഞിരിക്കുന്നത്? നീ പോടി അവിടുന്ന്. അവള് മഞ്ജുമ്മയുടെ കല്യാണത്തിന് പോയെന്ന് വെച്ചു. അവിടെ പൂക്കള കാണുകയാണെങ്കിൽ അവൾ ഉടനെ പൂക്കട ഉടങ്ങാണെന്ന് പറയും. സാധ്യതയില്ലാതില്ല. ഇതിന് നല്ലൊരു പരിഹാരം കൊണ്ടാണ് ഞാൻ വന്നേക്കണത്. ഞാനേ അഴകമ്മ ചേച്ചിയുടെ വീട്ടിൽ പോയായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു അവർ വയസ്സായി, അവർക്ക് ഇനി കാര്യങ്ങളൊന്നും നോക്കാൻ പറ്റൂല, ഒരു അസിസ്റ്റന്റിനെ തപ്പിക്കൊണ്ട് നടക്കണവര്. അതിപ്പോ അടിപൊളിയാണല്ലോ. അങ്ങനെ ആവുമ്പോ ശരിക്ക് പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യാം. അതിന്റെ കൂട്ടത്തില് പൈസയും കിട്ടും. പൈസ കിട്ടത്തില്ല ഏട്ടാ? പിന്നെ പൈസയും കിട്ടും. പിന്നെ അവരുടെ കാലശേഷം അവരുടെ യന്ത്ര സാമഗ്രികളൊക്കെ ഇവർക്ക് കൊടുക്കുകയും ചെയ്യും. അടിപൊളി. നാത്തൂനെ ഇതൊരു ബെറ്റർ ഓപ്ഷനാ. നീ എന്തൊന്നും മിണ്ടാത്ത? നാത്തൂനെ എടാ നമുക്ക് പൂക്കച്ചവടം തുടങ്ങിയാലോ? എന്റെ ചേട്ടത്തി ഒരുമാതിരി വൃത്തിയിട്ട പരിപാടി എൻ്റെ അടുത്ത് കാണിക്കില്ല കേട്ടോ. ഞാൻ കുറെ മനക്കോട്ട ഇട്ടതാ. അയ്യോ ഇതിപ്പോൾ പലപ്പോഴായിട്ട് മോള് അച്ഛൻ പറയണ കാര്യങ്ങളൊക്കെ ഒളിഞ്ഞെന്ന് കേട്ടിട്ട് അമ്മയുടെ അടുത്ത് പോയി പറഞ്ഞു കൊടുക്കണമുണ്ട്. ഞാൻ ഒളിഞ്ഞത് കേട്ടോന്നുമില്ല, ജസ്റ്റ് ആ വഴി പോകുമ്പോ ഒന്ന് കേട്ടതോ. അതുവഴി പോയപ്പോഴാ? ഇനി അഥവാ അതുവഴി പോകുമ്പോഴോ ഇതുവഴി പോകുമ്പോഴോ ഒക്കെ എന്തെങ്കിലും കേട്ടാലും അത് അമ്മയടുത്ത് പോയി പറഞ്ഞു കൊടുക്കരുത്. പറഞ്ഞു കൊടുക്കുമോ? ഇല്ല അച്ഛാ, കേടാവും. ഞാൻ പറയുന്നത് കേൾക്ക്. അങ്ങനെ പറഞ്ഞാലേ അത് നമുക്കതൊരു ഹാബിറ്റായിട്ട് മാറും. ഹാബിറ്റ് എന്നായിട്ട് മാറും എന്ന് പറഞ്ഞാൽ ശീലമായിട്ട് മാറും. ശീലമായിട്ട് മാറും. അപ്പം മക്കള് ചിറ്റപ്പനെ പോലെ ആയിപ്പോ. അല്ല അച്ഛ, അപ്പൊ ഞാൻ ഡൗട്ട് ചോദിച്ചോട്ടെ? ചോദിച്ചോ. അമ്മ വല്ലതും പറയുന്നത് കേട്ട അച്ഛനോട് ഒന്ന് പറയാമോ? എങ്ങനെ? അമ്മ വല്ലതും പറയുന്നത് ഞാൻ കേട്ട അച്ഛനോട് ഒന്ന് പറയാവോ? അത് പറയാ.